യൂട്യൂബിൽ നിന്ന് ഒരു 10 ലക്ഷം 20 ലക്ഷം ഒക്കെ വരുമാനം വരുവാണെങ്കിൽ ഒക്കെ പറയും മലയാളി പെണ്ണുങ്ങളെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ അത് അവര് നോർത്ത് ഇന്ത്യ വരാത്തവരാന്നേ ഞാൻ പറയുള്ളൂ. വാ 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 വാ, അത് മതി. നീ ഇനി നിന്ന പോപ്പുലേഷൻ കൂടുമോ? We are going to explore. ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. ഗൈസ്, ഡൽഹി എത്തി, തിരക്ക് തുടങ്ങി. റോഡൊന്നും കാണിക്കാനില്ല. ഡൽഹിയില് രാവിലെ മുതൽ പൊല്യൂഷനാണ്, അത് കാണുമ്പോ മനസ്സിലാവും. എടാ ഇതിന് മറ്റേ ഇതൊന്നും ഇല്ലടാ, റോങ് സൈഡ് ഒന്നുമില്ലേ, ചുമ്മാ അങ്ങോട്ട് കയറി വരുവാണോ? ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി വരാണ്. നമുക്ക് അല്ലെങ്കിൽ ഇതേ ടുക്കില് പോവാട്ടോ. ഇത് ടുക്ക് എന്ന് പറയണേ ആസാമില്. അതെ അതെ, നിധി കണ്ടോ എന്താലേ ഗൈസ്. ഞങ്ങളുടെ കുറച്ച് ബാഗ് മിസ്സായി ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും? അടെ ഇത് ഈ റൂമൊക്കെ നമുക്കൊന്ന് പോയി നോക്കിയാലോ എങ്ങനെയുണ്ടാകുന്നത്? പക്ഷെ ഇവിടുന്നൊക്കെ കുറെ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ കുറെ പാടാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. കുറെ റൂമൊന്നും നോക്കി കിട്ടിയില്ല. ഇവൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നാന്ന് എനിക്ക് തോന്നണം കേട്ടോ. എന്റെ പൊന്നളിയാ ഗൈസ്, ഞങ്ങൾ ഉടുപ്പൊക്കെ കണ്ടാ മനസ്സിലാവും ഫുൾ പൊല്യൂട്ടഡ് ആണ്. പൊല്യൂഷൻ കാരണം ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ട് ഞങ്ങൾ നടക്കുന്നുണ്ട്, അത് വേറെ കേസ്. ഫുൾ പൊടിയാ. ഇത് അതെ അതെ, ഞങ്ങള് വെള്ളം ഉൾപ്പെട്ടിട്ടുണ്ട്, അത് കറക്റ്റ് മനസ്സിലായി. ഇനി ഞങ്ങള് ഏതെങ്കിലും ബസ്സൊക്കെ വിളിച്ചങ്ങോട്ട് പോകാനാണ് മതി. എന്താ ഏതെങ്കിലും ബസ്സൊക്കെ വിളിച്ചങ്ങോട്ട് പോയാൽ അവിടെ എല്ലാ ബസ്സും നിർത്തും. ബസ് അവിടെ കാണും, അപ്പൊ അവിടെ പോയി നിക്കാം. അവിടെ ഇവര് രാവിലെ സ്കൂളിൽ പോടാ. പക്ഷേ നമ്മളൊക്കെ 8:30 എണിച്ചല്ലേ പോണേ. ഇവിടുത്തെ പിള്ളേര് രാവിലെ തന്നെ സ്കൂളിലേക്കാ. മാങ്ങാണ്ടി ഹോണടിയും കോപ്പും കേട്ട് മടുത്ത്. വാ, ചുമ്മാ ഒരു പണിയില്ലാതെ ഡൽഹിയുടെ വഴിയോരങ്ങളിലൂടെ ഞങ്ങൾ നടക്കുന്നു. എന്താലേ ഹെൽമെറ്റ്? വാട്ട് ഹെൽമെറ്റ്? They are not using helmet because it's India. Different rules. Yes. Okay, ഞങ്ങളിങ്ങനെ വഴിയോരങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ബസ് പിടിക്കണം. ഏതെങ്കിലുമൊക്കെ ബസ് കയറി അങ്ങോട്ടേന് പോകാം. അതാണ് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പരിപാടി. നല്ല തണുപ്പാട്ടോ ഗൈസ്, ഭയങ്കര തണുപ്പ്. ഞങ്ങൾ ഏതോ ബസ് കയറി, അവിടെ എന്തൊക്കെയോ ചോദിക്കണ്ട്. അവന്റെ ഒരു തിബസ്പൂർ. നമുക്ക് എവിടെയെങ്കിലും നോക്കാം, എവിടെയെങ്കിലും ഇറങ്ങാം. ഇത് ലാസ്റ്റ് എത്ര സ്ഥലത്ത് ഇറങ്ങാം? എവിടെയാണ് സ്ഥലം? ഹിമാപൂറാണോ ഗൈസ്? ഇന്ന് എല്ലാവർക്കും പരീക്ഷ തോന്നുന്നു. അവരൊക്കെ ഇരുന്ന് പഠിക്കണോ ഗൈസ്? അയ്യോ എന്താലേ, തിമർപൂറിന്റെ വഴിയരികിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഞങ്ങൾ പിന്നെ രാവിലെ വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലേ ഷാക്കിൽ? വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. യെസ്. Bro, this is our budget friendly trip. Okay, you don't know how it works. Guys, നമ്മൾ ഈ കരൺ ജൗഹർ സിനിമകളിലൊക്കെ കാണുന്ന പോലെ യൂണിവേഴ്സിറ്റികൾ അവിടെ ഇവിടെയുള്ള റോട്ടിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും അതുപോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത്. ഇത് അവരുടെ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, അത് അവരുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളാണെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിച്ചു. ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. ഞാൻ വിചാരിച്ചെന്തേലും എടുത്തോണ്ട് പോയി കാണുന്നത്. എന്തേലും എടുത്തോണ്ട് കൂട്ടോ കുരങ്ങന്മാര് കാര്യമായിട്ടും. ഇപ്പൊ ഗൈസ്, ഞങ്ങള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഒരു 2.5 കിലോമീറ്റർ ഒക്കെ നടക്കാൻ തീരുമാനിച്ച് എന്നിട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നു. അതാണ് ഈ സംഭവം. ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു സാധനം താഴത്തേക്ക് ഓടും. കൊരങ്ങൻ.
ഗൈസ് ഈ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് കീസ്പൂർ അല്ലേ, തിമാൻപൂറോ, തിബർപൂറിന്റെ സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. ഡൽഹിയിൽ ഇപ്പൊ 2,21,000 അല്ല 2 കോടിയല്ലേ, 2,21,30,634 പേര്. ഇന്ത്യസ് പോപ്പുലേഷൻ. ഇത്ര ആൾക്കാരുണ്ടായിട്ട് എന്താ കാര്യം? ഇന്ത്യക്ക് ഒരു വികസനം ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ ആ പോപ്പുലേഷൻ കൊള്ളാം. വാ 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 വാ, അത് മതി. നീ ഇനി നിന്നാ പോപ്പുലേഷൻ കൂടും. ഗൈസ് ഞങ്ങൾ ഈ ഓയിൽ വന്നതാണ് ഗൈസ്. ആ പുണ്ടകൾ പറഞ്ഞ കൂടെ റൂമില്ലാന്ന്, എന്നിട്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് പോകണമെന്ന്. എന്തവസ്ഥയാണ്. ഓയോ ആപ്പ് പത്തറ്റിക്. ഡൽഹി വന്നിട്ട് തെണ്ടി നടന്ന് നമുക്ക് അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. ഇനി നമ്മൾ നേരെ അടുത്ത ഓയോ റൂമിലേക്ക് പോവാം. അത് മെട്രോ സ്റ്റേഷൻ അടുത്തുള്ളത്. You guys happy? Happy. Why are you not happy? But Sagar is not happy. No, I'm happy. But at what cost? What cost? 100 rupees cost. I am happy. Okay. We have been walking like. Is exploring Delhi street by walking at the morning. Wow, what a feel. Yes bro. സത്യം പറഞ്ഞാൽ നിതിനാണ് ഏറ്റവും ഏതാണ് വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് നടക്കുന്നത്. 2 ബാഗ് ഒരെണ്ണം കൂടി ആവാറുന്നത് ഇതിന് സെറ്റായതിന്. രാവിലെ ആയപ്പോൾ എല്ലാവരും കടയൊക്കെ തുറന്ന് പണിക്ക് പോയി തുടങ്ങി. ചെറുകടകളൊക്കെ ഇപ്പം തന്നെ ഓപ്പൺ ആക്കി. അല്ല 10 മണിയായി. ഇത് 10 മണിയായതിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. വിൻ്ററിൽ വന്ന എൻ്റെ മോനെ എപ്പോഴും ഈ തണുപ്പായിരിക്കും. റൈറ്റ് റൈറ്റ് റൈറ്റ്, ഓൾവേസ് റൈറ്റ് ലൈക്ക് മീ. അങ്ങനെ ഒരു റൂം കിട്ടിയേക്കാണ്. ആ ഷൂസ് ഇട്ടൊക്കെ ചവിട്ടിയാണല്ലോ ഗൈസ്. ഇതാണ് ഞങ്ങൾ 3 പേര് ഇന്ന് കിടക്കുന്ന റൂം. നല്ല ബെഡ്റൂം, പിന്നെ എന്തായിരുന്നു TV ഉണ്ട്, പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് വി ഷോ യു ബാത്റൂം. യെസ്, ഗുഡ് ബാത്റൂം. ഓക്കെ, ഫോർ ഹൗ മച്ച് റുപ്പീസ്? 1,700. ഗുഡ് ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. എവിടെയാണ് ഇവിടെ ഫുഡ് ഉള്ളത് അറിയില്ല, ഞങ്ങൾ നോക്കണം. അയ്യോ, ഒരു റൂം കണ്ടുപിടിക്കാൻ പെട്ട പാട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ്, അല്ലെ ഞങ്ങൾ മുട്ടുപോലെ കണ്ടുപിടിച്ചേനെ. പക്ഷെ ഇപ്പൊ കിട്ടിയേക്കുന്ന റൂം നല്ലതാ അല്ലടാ? നല്ലതാണ്. Sakil, how was the experience today? To be honest, sucks. But it's the experience, bro. Yeah, actually it's good. Yeah. It's good. Yes. I'll try to have some fun again. Yes. But I don't know when it's gonna come. Guys, അശോക് വിഹാർ സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അല്ല, ഇത് റിച്ച് ഏരിയകളാ കണ്ടോ ഗൈസ്. ഇങ്ങനെ ഇത്രയും വലിയ ഇത്, പക്ഷെ ഇതൊക്കെ ഫ്ലാറ്റാന്ന് തോന്നുന്നു. ഫ്ലാറ്റ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫ്ലാറ്റ് കാണാൻ പറ്റും. പിന്നെ അതൊരു പാർക്കാട്ടോ, വലിയ പാർക്ക്. അത് സവാൻ പാർക്കാണോ? സവാൻ പാർക്കാന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ ഞങ്ങള് ഫുഡ് തേടിയുള്ള ജേർണിയിലാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശോക് വിഹാർ റോഡിന്റെ നടുവിലൂടെ. ഇവിടെ ഈ കരൺ ജൗഹർ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ സ്കൂള് കാണാൻ സാധിക്കും. ഇതിന്റെ സൈസ് ഉണ്ടോ? എന്നാ ജാതി സൈസല്ലേ എടാ. ഇത് കാളയാണോ പോത്താണോ? റൈറ്റ് ഗായ്സ്, എന്ത് സൈസാന്നുണ്ടോ എന്റെ അമ്മേ. ജല്ലിക്കെട്ടിന് ഇറക്കാലോ ഈ സാധനത്തിനെ. ആ വൈബ്. അതിപ്പോ നമ്മളെ കുത്താമെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓ ഓക്കെ ഗൈസ്, എല്ലായിടത്തും ഇതുപോലത്തെ അപ്പാർട്ട്മെന്റ്സ് ആട്ടോ ഈ ഏരിയയിൽ മൊത്തം. ഇത് അശോക്, എടാ ഇതിന്റെ പേരെന്താണ്? അശോക് അശോക് വിഹാറിന്റെ phase 1 phase 2 ആ ഒരു ഏരിയ കൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോണത്. അതെ അതെ, ഇവിടെ ഒരു അമ്പലം കാണാൻ സാധിക്കും നമുക്ക്. പിന്നെ രാവിലെ ഇപ്പൊ 11 മണിയായിട്ടോ ഗൈസ്. പക്ഷെ ഏതാണ്ട് 7 മണിയായ ഫീലല്ലേ തോന്നണത് നിങ്ങൾക്ക്? അങ്ങനെയാണ്. ഇപ്പൊ ഭയങ്കര തണുപ്പാ ഇവിടെ. നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത് സാഗർ രത്ന. അത്യാവശ്യം ഫേമസ് ഒക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. വാവ്, കയറി ചെല്ലുമ്പോൾ തന്നെ ഗണപതിയുടെ ഒരു വിഗ്രഹം പോലത്തെ ഒരു സംഭവമൊക്കെ കാണാൻ പറ്റും. ഫൈൻ ഡൈനിങ് ബ്രോ. വാവ്, എക്സ്പെൻസീവ്.
ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ടോട്ടലി എക്സ്പെൻസീവ് ആണ് കഴിച്ചത്. വരുമ്പോൾ ഒരു അമ്പലമൊക്കെ കാണാൻ കഴിച്ചത്. ആൻഡ് സിറ്റ് ബ്രോ, നിതിൻ ബ്രോ, ഐ തിങ്ക് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. ബ്രോ വി ക്യാൻ സിറ്റ് ഹിയർ. स्टाफ नहीं है. ഒരുപാട് വലിയ ഡൈനിങ് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്റെ മോനെ ഭയങ്കര ഡൈനിങ് സ്പേസ്. പ്രൈസ് നല്ല ലസ്സി, നല്ല ചാട്ടും, കിടുകൻ ചാട്ടും. നമ്മൾ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ താലി വന്നിട്ടുണ്ട്. നോക്ക് എന്തോരം കറിയാന്ന്. ഇത് സാമ്പാർ, ഇത് വേറെ സാമ്പാറാണോ? ഇത് മറ്റേ ഏതായിരുന്നു? ഇത് ഏതാ? वेजिटेबल करी അത് വെജിറ്റബിൾ പൂരി വെജിറ്റബിൾ കറിയും കഴിച്ചു നോക്കാം. അത് കൊള്ളാം. തുള്ളന്താനോ ഗ്രേവി. കേസരി ഒന്ന് കഴിച്ചു. കുഴപ്പമില്ലല്ലേ, നോട്ട് ടു മച്ച് സ്വീറ്റ്. കുഴപ്പമില്ലാന്നുള്ളൂ. എനിക്കൊരു ആവറേജ് കേസരി. Average ഇല്ല. വാസ് ദ ഫുഡ് ഗൈസ്? The food was അല്ല, ഹൗ വാസ് ദ താലി? Average. overall good. Overall good. I would say it's average, to be honest. It's a little bit average. The best part was curd. Curd അടിപൊളിയായിരുന്നു. പൂരി നൈസ് ആയിരുന്നു. പിന്നെ ഈ ഒരു വെജിറ്റബിൾ കറി നൈസ്. It's made with the karela and potato. രസം was not up to the mark. ദാൽ മഖ്നി അടിപൊളിയായിരുന്നു. And we have this kesari which was average. വാസ് ദ ഫുഡ്? It was delicious. Oh. Actually. But also it's average. It's cost us 600 rupees. That's why I'm saying it's average. Cost us 600 individually. ഗൈസ്, അപ്പൊ ഇനി ഞങ്ങൾ നേരെ റൂമിൽ പോകും. ഇത് ഫുൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. നല്ല മഴക്കുള്ള കോളുണ്ട് കേട്ടോ. ആരും റെയിൻകോട്ട് പിന്നെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ നമ്മള് ഡൽഹിയിൽ വന്നിട്ട് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ ഇന്ന് ഇറങ്ങാൻ പോവാണ്. ഫോട്ടോ ടൈം. ഇവിടെ ഒരുത്തൻ ഇതെന്ത് വലിച്ചേറ്റണേ? വാട്ട് ഈസ് ദിസ്? This is Bengali hoodie. Okay. So, Sakil ready? Let's go. I'm ready. Let's go. I'm ready, guys. Yeah. Yo, don't see it. Don't see it. No. What happened? No. Just. Okay, guys. Let's go outside. Yes. നമ്മൾ എങ്ങോട്ടാണ് പോണേ? We are going to Hudson Lake to explore street. അതെന്താന്ന് പറഞ്ഞു കൊടുക്ക്. Hudson Lake ഒരു സ്ട്രീറ്റ് ആണ്. അവിടെ എന്താണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ട്രീറ്റ് ഫുഡ്സ് കിട്ടുന്ന സ്ഥലമാണ്. Yes, guys. So we are going to explore street. Explore street food in Delhi. Yeah. Yes. At Hudson Lake. നമ്മുടെ ഓട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഊബർ ഓട്ടോ. ഏതോ നമ്പർ ആണോ? ഇല്ല, ഊബർ ഓട്ടോ ഇതന്നെ 8177. 8177. ദിലീപായി 8177. You always at center. Guys, അങ്ങനെ ഞങ്ങൾ ഊബർ ഓട്ടോയിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അതെ, സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഇത് നിതിന്റെ കേട്ടോ. നിതിന്റെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറിംഗ് ഐഡിയ ആണ്. എന്ത് ചെയ്യാനാ, നിതിൻ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഏത് മൂഡ്. പിന്നെ കുറെ ചതികളൊക്കെ പറ്റി നമുക്ക്. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞങ്ങൾ പോട്ടെ. എക്സ്പ്ലോർ സ്ട്രീറ്റ് ഫുഡ്. Yeah. What's the name? Not that. Hudson Lake. Hudson Lake. Guys, Hudson Lake. അങ്ങോട്ടാണ് നമ്മൾ പോണത്. ഓ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറിംഗ് സ്ഥലം. നമ്മുടെ നിതിൻ ഒരു സ്പെഷ്യൽ സാധനം മേടിച്ചു തരുന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ. എന്താണ് നീ മേടിച്ചു തരാൻ പോണേ?
ചാപ്പ്. ഓക്കെ, ചാപ്പ് മേടിച്ചാ നീ. ചാപ്പ് എന്താണ് സാധനം അതൊന്ന് പറഞ്ഞേ. റൊട്ടി, വലിയ റൊട്ടിയും ബട്ടർ റൊട്ടിയും മയോണൈസ് മിക്സ്ഡ് വിത്ത് സോയാബീൻ. ഗൈസ് അങ്ങനത്തെ ഒരു സാധനമാണ് നമുക്ക് മേടിച്ചു തരാൻ പോണത്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് നിതിനായതുകൊണ്ടാണ് എൻ്റെ ഒരു പേടി, വേറെ കേസ്. ഗൈസ് അപ്പൊ ഞങ്ങള് ആ ഫുഡ് മേടിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട കുറച്ച് സ്ട്രീറ്റ് ഫുഡാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൈസ് നമ്മുടെ നാട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇടുന്ന ചില്ലി പൊട്ടറ്റോ 100 rupees ഉള്ളൂ. എന്തോരം ക്വാണ്ടിറ്റി ആണെന്നുണ്ടോ. ഇത് ഞങ്ങൾ പറഞ്ഞ ഹാഫ് പോർഷനാണ്. ഈ ഒരു ഹാഫ് പോർഷൻ മേടിച്ചാൽ 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ദിസ് ഇസ് റൊമാലി റൊട്ടി ചാപ്പ് മസാല. നമ്മൾ ചിക്കനാന്ന് വിചാരിക്കും, ചിക്കനെ പോലെ തന്നെ ടേസ്റ്റ് ചെയ്യും, പക്ഷെ സോയാബീൻ, മയോണൈസ് ആൻഡ് ചില്ലി പൗഡറാണ്. അടിപൊളി ടേസ്റ്റാണ്. റൊട്ടിയും ഈ ടൈപ്പ് സോസും കൂടെ കൂട്ടി കഴിച്ചാൽ അടിപൊളി. ഇതിനാണ് എനിക്ക് ചാപ്പ് എന്ന് പറഞ്ഞ ഐറ്റം സജസ്റ്റ് ചെയ്തത്. ഞാൻ 2 പ്രാവശ്യം ഡൽഹി വന്നിട്ടുണ്ടെങ്കിലും ഈ സാധനം ഞാൻ ഇതിൽ കഴിച്ചില്ല. കഴിച്ചു നോക്കാം. റൊട്ടി കൂട്ടി സാധനം. ഗൈസ് അവിടുത്തെ ഫുഡൊക്കെ തിന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എക്കോസിൽ പോവാം. എക്കോസിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്, അത് നമ്മുടെ നിതിൻ പറഞ്ഞു തരും. നിതിൻ, ടെൽ ദി സ്പെഷ്യാലിറ്റി ഓഫ് എക്കോസ് റെസ്റ്റോറന്റ്. എക്കോസ് റെസ്റ്റോറന്റ് അവിടെ എല്ലാവരും മ്യൂട്ടാണ്, ഡിസേബിൾഡ് ആയ ആൾക്കാരാണ്. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. കുറെ ആൾക്കാർ എക്കോസിന് വേണ്ടി മാത്രമായിട്ട് വന്ന് അവർ കാഴ്ച കാണും. മ്യൂട്ട് ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫുഡും മോക്ടെയിൽസ് ഒക്കെ സെർവ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ് അങ്ങനെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ ഇത് പോകാൻ പോകുന്നത്. ഇതാണോ റെസ്റ്റോറന്റ് ഔട്ട് സൈഡ്? ഗൈസ് ഔട്ട് സൈഡ് ഉണ്ടോ? വാവ്, ഇറ്റ്സ് സോ ഗുഡ്. ക്രിസ്മസിന് വേണ്ടി ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കിടിലിനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ കയറിയേക്കുവാണ്. ഇവിടുത്തെ ആംബിയൻസും വൈബും ഒക്കെ കിടിലിനാട്ടോ. കാണിച്ചു തരാം. ക്രിസ്മസിന് വേണ്ടി അവർ മൊത്തത്തിൽ അലങ്കരിച്ചേക്കുവാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വയറിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഒരു എന്തായിരുന്നു ഇത്, വാട്ട് ഈസ് ദിസ്, ബിസ്കോ ഷേക്കാണ് മേടിച്ചത്. പക്ഷെ ഇവിടെ വില എല്ലാത്തിനും ഇച്ചിരി കൂടുതലാണ്. ഞങ്ങൾ പിന്നെ ആ ഒരു വെറൈറ്റി സംഭവം ആയതുകൊണ്ട് കയറിയതാ. പൈസ ഇച്ചിരി കൂടുതലാ. ദിസ് കോസ്റ്റ് അറൌണ്ട് 350 rupees ഗൈസ്. അത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, വേർത്തി ഒന്നുമല്ല. എന്നാലും കുടിക്കാം. അടിയിലേക്ക് പോകുമ്പോൾ നല്ല മധുരം ഉണ്ടല്ലേ അടിയിലേക്ക് പോകുമ്പോൾ. സോ ഗൈസ് നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരാം. ഫുഡൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. സോ റൈറ്റ് ഗൈസ് അങ്ങനെ ഞങ്ങൾ എക്കോസിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഡൽഹി സിറ്റിയുടെ വഴിയരികിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ ഒരു സിനിമയ്ക്ക് പോവാണ്. മറ്റേ നമ്മുടെ ICE എന്ന് പറഞ്ഞ ഫോർമാറ്റിലുള്ള സിനിമയാണ്. ഫോർമാറ്റിലുള്ള മുഫാസ 3D ആണ് നമ്മൾ കാണാൻ പോണത്. അപ്പം മുഫാസയുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് അവിടെ എത്തി എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ നൈറ്റ് ആയപ്പോ കുറച്ചുകൂടി വൈബായല്ലേ അല്ലടാ? നൈറ്റ് നല്ല വൈബാ ഇവിടെ അതെ, മുംബൈയിലും അതെ, നൈറ്റ് തീർ വൈബാ. യെസ്, ഓൾവേസ് ഗൈസ്. I always like North India because of this. ഇഷ്ടമായൊരു ഗേൾസ് ഉണ്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ്. എനിക്ക് സത്യം പറയാലോ, എല്ലാവരും വലിയ കാര്യങ്ങളൊക്കെ പറയും, മലയാളി പെണ്ണുങ്ങളെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ അത് അവർ നോർത്ത് ഇന്ത്യ വരാത്തവരാന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് അവരെന്താ കഴിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തോരം ക്രീം മാറി യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് അത്രയും കളർ കിട്ടിയിട്ടില്ല. I don't know why guys. പിന്നെ ഇവിടുത്തെ ആണുങ്ങളെ കാണുമ്പോൾ വേറൊരു സമാധാനമുണ്ട്. ഇവിടുത്തെ ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ പഞ്ചാബിലത്തെ ആണുങ്ങൾ ചോദിച്ചാൽ ഏറ്റവും സുന്ദരന്മാര് കാണാൻ കേരളത്തിലെ ആണുങ്ങളാണ്. യെസ്, സോ വി ആർ വാക്കിംഗ് ത്രൂ. വേർ ഇസ് ദ മെട്രോ? ബ്രോ പ്ലീസ് പുട്ട് ഗൂഗിൾ മാപ്പ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ മെട്രോ കണ്ടുപിടിക്കാം കേട്ടോ. ഗൈസ് രാത്രിയിലത്തെ നമ്മുടെ ഭയങ്കര തണുപ്പാട്ടോ, രാവിലെ മുതൽ രാത്രി വരെയും. എന്റെ പൊന്ന് ഗൈസ്, മൂന്നാർ വൈബാണ് ഇവിടെ. മൂന്നാറിൽ നിങ്ങൾ ഇപ്പൊ പോയുമ്പോ ഉള്ള ഒരു ഫീലാണ് ഡൽഹിയിൽ വന്നാലും കിട്ടുന്നത്. ഡൽഹി കേറിയപ്പോ മുതൽ തുടങ്ങിയ തണുപ്പാണ് ഗൈസ്.
ഭയങ്കര തണുപ്പ്. മൈനസ് ആയല്ലേ? ഏകദേശം മൂന്നാറിൽ മൈനസ് ആയി. ഇവിടെ ലൈക്ക് ഞങ്ങൾ രാവിലെ വന്നിറങ്ങിയപ്പം 10 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോൾ ചിലപ്പോൾ അത് 6 ഡിഗ്രിയിലേക്കൊക്കെ പോകും. നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഗൂഗിളാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പം അതിൻ്റെതായ രീതിയിലൊക്കെ പോവും. അപ്പം നമ്മൾ മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. ബ്രോ, മെട്രോ സ്റ്റേഷന് ഗൂഗിൾ മാപ്പ് ഇടാ, അല്ല ചുമ്മാ നടന്നിട്ട് കാര്യം. അങ്ങനെ നമ്മൾ ഡൽഹി മെട്രോയിലെത്തി. ഏറ്റവും തിരക്കുള്ള മെട്രോയാണ് ഡൽഹി മെട്രോ. എല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ള മെട്രോ ആണ്. എല്ലായിടത്തേക്കും കണക്ടിവിറ്റിയൊക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹി മെട്രോയിൽ കയറിയാണ് സിനിമയ്ക്ക് പോകുന്നത്. ഇവിടുന്ന് ഒരു 23 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, സിനിമ കാണും. ഈ നോർത്ത് ഇന്ത്യ പോകുമ്പോഴാട്ടോ വ്ളോഗ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടണേ. കാരണം നമുക്ക് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാം, ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഞങ്ങളങ്ങനെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ട് ഡൽഹി മെട്രോ ഗൈസ്. വാവ്, യെസ്, നമ്മുടെ മെട്രോ. ഡൽഹിയിൽ മൊത്തം മഴയാണ് ഗൈസ്. അയ്യോ, മഴ മാറിയൊന്നും നിന്നേ ഉള്ളൂ. മഴയാണ്. വാവ്, ഇവിടെ അല്ലടാ നമ്മൾ വന്നത് ഗൈസ്. അവിടെ നിങ്ങൾക്കൊരു ക്രിസ്മസ് ട്രീ കാണാം, കിടലിനായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവര്. എന്ത് തിരക്കാന്നുണ്ടോ? ഏത് ഏടാ, അവിടെ ജാക്കറ്റ് ഉണ്ടോ? നമുക്കൊന്ന് വില വെച്ചിട്ട് പോയാ. 599 റുപ്പീസ് ബ്രോ. 599 റുപ്പീസ്. ഊബർ ഓട്ടോയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഈ ഊബർ വന്നില്ലായിരുന്നു നമ്മൾ പെട്ടുപോയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ ഗൈസ്, ഈ ഊബറൊക്കെ വന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോയനെ. കല്ലി ഊബർ കത്തി റേറ്റ് തന്നെ പറഞ്ഞേനെ. ഊബർ വരും, നിൽക്കുക, കയറുക. ഞങ്ങൾക്ക് എന്തോ 150 റുപ്പീസാ. അതിന് ഇവര് 300 റുപ്പീസൊക്കെയാണ് പറയണേ. എന്താലേ നമുക്ക് 3 കിലോമീറ്റർ അവിടെ പോവാൻ 79 റുപ്പീസായി. ഇത് 160 റുപ്പീസ്. 10 കിലോമീറ്റർ പോകുന്നതിന് 150 റുപ്പീസ്. യെസ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഊബറുകാരനാണെങ്കിൽ ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾ ഉള്ളിനെയും കണ്ടില്ല. അതുകൊണ്ട് ക്യാൻസലായി കാണും. അപ്പം നമുക്ക് ഷോപ്പ് ചെയ്യാൻ പോകാം ഗൈസ്. അവിടെ ഒരു 599 രൂപയ്ക്ക് നമുക്ക് ഏതായിരുന്നു സാധനം, ജാക്കറ്റ് കിട്ടും ഗൈസ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെയാണ് ആ കട കാണുന്നത്. അത് നോക്കൂ, ഇതിനാണ് എപ്പോഴും മുമ്പിൽ. ജാക്കറ്റ് ഫോർ 599 റുപ്പീസ്. ബ്രോ, വി ആർ ഗോയിങ് ടു റോ ഗൈസ്. നമുക്ക് നോർത്ത് ഫേസിന്റെ ഒറിജിനൽ സാധനം തന്നെ മേടിക്കാട്ടോ. 599 രൂപ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. മണാലിയിൽ ഒരു കോട്ട് മേടിക്കുന്നതാണ്. അപ്പം നോക്കാം. ഹൗ മച്ച് ഫോർ ദിസ്? 900. ये लास्ट साइज यही है, इससे कोई बड़ा नहीं है. शोल्डर ठीक हो और കുറച്ചുകൂടി സൈസ് ഉണ്ടോ? ബട്ട് ഇത് മാത്രമുണ്ട്, ഇത് മാത്രമല്ല, വേറെ സൈസൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്കുള്ള സൈസ് ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ കടയിൽ പോയി മേടിക്കാം. എന്താണിത്? അതിനെങ്കിലും വെറുതെ വിട്ടൂടെ പ്ലീസ്? So we can bro, we can go to MG Road and buy then. Yeah, that. Listen, we got cancel our show, right? Yes, but 10:20 we have show. 10:20 show no. If you won't be 10:20 ഷൂ എടുത്ത് ഉറക്കം കളയണോ? We can go. രാത്രി ആവും 10:20. നാളെ മൊത്തം ഹെക്ടിക് ഡേ ആയിരിക്കും. അപ്പൊ ഇന്ന് നല്ലൊരു ഉറക്കം കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. ആണോ? പിന്നെ നമുക്ക് HMB അവിടെ പോയിട്ട് Then tomorrow night we can go to film. What do you say? Okay. Then tomorrow. Then we can go to MG Road. Okay. And we can check for that. This one. things we need. You also need to buy, no? Or you have? If it's not gonna work it, but Chandigarh നിന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ they will increase the rate because there is
like minus degree or something. So പണി കിട്ടും. So അങ്ങനെയല്ല, ചണ്ഡീഗറിന് കിട്ടും. പക്ഷെ ചണ്ഡീഗറിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പൈസ ഭയങ്കരമായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ബാർഗൈൻ ചെയ്യണതിന് കുഴപ്പമില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാ. 500 rupees കിട്ടും. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. We can look in Puma. 70% offer in Puma. We can look there. Okay, Puma's over there. But this Metro City, Metro is so good. Millennium Metro. Yes. Let's go to Puma, guys. Guys, ഇവിടെ എന്തായിരുന്നു KFC ഉണ്ട്, അതുപോലെ തന്നെ വെൻഡീസ് ഉണ്ട്. ഗൈസ്, ഒരു അമേരിക്കൻ ബ്രാൻഡാണ് വെൻഡീസ്. ഉയ്യോ എടാ, വെൻഡീസിൽ നിന്ന് കഴിക്കണമെന്നുണ്ട്, പക്ഷെ വയറ് ഫുള്ളാണ്. അല്ല, വെൻഡീസിൽ നിന്ന് കഴിച്ചു നോക്കണം. 70% ഓഫ് till 31st 2024. Okay, let's do some shopping here. ഗൈസ്, പ്യൂമയുടെ ഒരു വലിയ ഷോറൂമാണ് നിങ്ങൾ കാണുന്നത്. വാവ്, ബിഗ് ഷോറൂം. കുറെ കളക്ഷൻ ഉണ്ട് ഗൈസ് ഇവിടെ. ജാക്കറ്റ് ഉണ്ടോ? Yeah. How much for this? This one? Yeah. 14,000 and 40,000 now. It will get like 8,000. Oh, 8,000. We have Ferrari collection, we have Motorsport, BMW collection. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒന്നും മേടിക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. എന്താലേ, യൂട്യൂബിൽ നിന്ന് ഒരു 10 ലക്ഷം 20 ലക്ഷം ഒക്കെ വരുമാനം വരുവാണെങ്കിൽ we can buy 2, 4, 5, 6. More than 6. Yeah. Okay, it's 70% off. Yes. Okay. Then we can enjoy the vibe here. ഗൈസ്, അപ്പം രാത്രി ആയി കഴിഞ്ഞാൽ ഫുൾ ഓണാട്ടോ ഇവിടെ. വർക്ക് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോയിൽ കയറാൻ പോണവരും വന്നവരും ഓട്ടോയുടെ ബഹളവും അതൊക്കെ ആയിട്ട് ഒരു കിഡിലൻ വൈബാട്ടോ ഇവിടെ. ഇവിടെ സ്റ്റോപ്പിന്റെ പേര് മില്ലിമിനം സിറ്റി സെന്റർ, ഗുരുഗ്രാം. എന്താലേ നൈസ്. ഇത് മിസ് ചെയ്ത അലമ്പായി പോയനെ. കട്ടി ഒരു കാര്യം പറയാനുണ്ട്. ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Aman Rohina. Nice to meet you. Mine's fan. Okay. See you. So it's a taste in the car. Tasting car Instagram page. Okay. എന്താ സപ്പോർട്ട്? എന്താ Listen. അല്ലല്ല, Listen. He had like that feelings. Yeah. That he also want to do that. Yes. But maybe family support illa. Yeah. Maybe. Financial issues. When he saw you, he feel confidence, you know. But actually, ഞാൻ ആസാമിൽ പോയല്ലോ ഗൈസ്. എന്താണെന്നറിയോ, ഞങ്ങൾ ആസാമിൽ പോയപ്പോൾ അവിടെ ഉള്ളൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. ലൈക്ക് നമ്മള് കേരളത്തില് ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ വ്ളോഗിങ് തുടങ്ങിയെന്ന് വെച്ചോ, they will tease us. Sometimes they do. Sometimes അല്ല, എല്ലാ ടൈം ഇല്ല. ഈവൻ എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയിട്ടുണ്ട് വ്ളോഗ് ചെയ്തതിന്. എല്ലാവരും അവിടെ ഇല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നിതിനല്ല, കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ചിലർ സ്വാഭാവികമായിട്ടും. ഞാനാണ് പിന്നെ ഈ അല്ലല്ല, അത് ഫുഡിന്റെ ഐഡിയ പറഞ്ഞത് ഇവൻ തന്നെ. अपने चैनल का नाम ടേസ്റ്റിൻ കാർ. सब्सक्राइब कर ഓക്കെ. यूट्यूब ले ला യൂട്യൂബിലുണ്ട്, ബട്ട് ഫോളോസ് अच्छा ഇൻസ്റ്റാഗ്രാം. ഹായ്, വെൽ ഡൺ. so there's a more people. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ MG റോഡിലേക്ക് പോവാണ്. MG റോഡിൽ പോയി നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. എന്തായാലും പ്യൂമയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് MG റോഡിൽ നിന്ന് പോയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഡൽഹി മെട്രോയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങളങ്ങനെ ഡൽഹിയിലുള്ള MG റോഡിലേക്ക് വന്നേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഏതാണ് ജാക്കറ്റ് പർച്ചേസ് ചെയ്യണം അല്ലേ? വേർ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ജാക്കറ്റ്? പുള്ളി എവിടെയാണെന്നാ പറഞ്ഞേ? MG road ഫ്രണ്ടില്. സോ ദാറ്റ് yes, then we can go there and purchase. Is it? Yes. Guys, ഇവിടെയും നമുക്ക് മില്ലിമിനി അവിടെ കണ്ട പോലത്തെ അതേ തിരക്കും കാര്യങ്ങളും കാണാം കേട്ടോ. ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും, ഓട്ടോക്കാരും കാര്യങ്ങളും. ഇവിടെ ഒരു ചെറിയ മാളൊക്കെ കാണാൻ പറ്റും. അവിടുത്തെ കോസ്റ്റ കോഫി, പിസ്സ ഹട്ട് ആൻഡ് അങ്ങനെ കുറേ ഐറ്റംസ് കാണാൻ പറ്റും നമുക്ക്. കിടിലൻ വൈബാണ് ഇവിടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അവിടെ ആണെങ്കിൽ ഒരു മാള് പോലത്തെ ഐറ്റങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അവിടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ അതുപോലത്തെ എല്ലാം ഉണ്ട്. സോ
ഇതാണ് അവര് പറഞ്ഞ ആ ഷോപ്പ്. വൗ, ബൈ 1 get 1 free, ബൈ 2 ഇതല്ല, ഇതാണോ ദിസ് വൺ? Buy 2 at 1000. Yeah, then we can buy, right? So Address होगा ना, Huh? उसके अंदर 4000 किया, 500. ഇതാണ് അവരുടെ കഥ. Maybe. മേ ബി. See anyone. യാ ഗൈസ്, ഇവിടെ ഒരുപാട് തുണിക്കടയും കാര്യങ്ങളും ഇങ്ങനെ സെല് ചെയ്യണവരുണ്ട്. അപ്പൊ ചുമ്മാ ഇതിൽ കൂടെ ഒക്കെ നടക്കാൻ വൈബാണ്. ഇതാണ് ലൈഫ് സ്റ്റൈൽ. Lifestyle is friendly, Noki. It's good, huh? Yeah. Everyone can afford it. Yes. So it's nice. 500 rupees for one jacket. Yeah, it's See, expensive. hey, out the Noki. So if you want more than 50,000 around something, you can buy that. But Yeah. if you want 500, you have 500 budget, then you Yes. can buy something for here. Yeah. So it's a good thing. Yes, that's a good category business. people can buy. Yeah. Okay. ഗൈസ്, ഇവിടെ അങ്ങനെയല്ല, ഫുൾ നൈറ്റ് ലൈഫാണ്. ഇവിടെ കുറച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദേ അവൻ നടന്ന് അവിടം വരെ എത്തി. ബൈ ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ഡൽഹിയിലെത്തി. എന്നിട്ട് എന്തായിരുന്നു നടന്ന് എത്ര കിലോമീറ്റർ നടന്നു? 5-6 കിലോമീറ്റർ നടന്ന് ഒരു റൂമും കണ്ടെത്തി. അവസാനം ഇങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നല്ലേ. ആ നടത്തം മാത്രമായിരുന്നു ഇച്ചിരി പാടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ നാളെ കുറച്ച് കിടില വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ.